എന്റെ പേര് സക്കീർ എന്നാണ്. ഞാൻ ലൈഫ് ഗാർഡ് സൂപ്പർവൈസറാണ്. ഇരിക്കുന്നതൊക്കെ നമ്മുടെ സഹപ്രവർത്തക ലൈഫ് ഗാർഡുകളാണ്. ഇതിപ്പോ ഓൾറെഡി ജൂൺ മാസം ആകുമ്പോഴത്തേക്കും കേരളത്തിൽ പൂർണ്ണമായിട്ടും മഴ, കടൽ ശക്തമായിട്ടുള്ള തരം വേലിയേറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ശക്തമായ വേലിയേറ്റം ഉണ്ടായി. വേലിയേറ്റം എന്ന് വെച്ചാൽ റോഡ് വരെ ബീച്ച് പൂർണ്ണമായിട്ടും തീരുന്ന രീതിയിൽ തിരകേറിയായിരുന്നു. അപ്പൊ പോലീസിന്റെ അറിയിപ്പുണ്ടായിരുന്നു. അപ്രകാരം ഞങ്ങൾ കയറ് കെട്ടി അടച്ചു. ബലിയർപ്പണങ്ങൾക്ക് വേണ്ടി മാത്രം ബീച്ചിൽ ആളെ ഇറക്കി. മറ്റു പൂർണ്ണമായിട്ട് ടൂറിസ്റ്റുകളെ ബീച്ചിൽ ഇറങ്ങിയിട്ടില്ല. എല്ലാവരും കാഴ്ചക്കാരായിട്ട് മുകളിൽ നിന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ രാത്രി ഇപ്പൊ പകലുണ്ടായേക്കാൾ മിക്കവാറും ശക്തമായ വേലിയേറ്റം രാത്രി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിനേക്കാൾ കൂടുതൽ വരാനാണ് സാധ്യത. പിന്നീട് മത്സ്യത്തൊഴിലാളിയൊന്നും ജോലിക്കൊന്നും പോകുന്നൊന്നുമില്ല. അതുകൊണ്ട് മറ്റു നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ വെളുപ്പകാലത്ത് 4 മണിയോടെ അവിടെ ഈ ഓവിന്റെ ഭാഗത്ത് മലയിടിഞ്ഞായിരുന്നു. മലയിടിഞ്ഞപ്പോ അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. പക്ഷെ അത് പകലായിരുന്നെങ്കിൽ ആ സ്ഥലത്ത് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഇരിക്കുന്ന ഭാഗമായിരുന്നു. പക്ഷെ ഭാഗ്യം അതിരാവിലെ ആയതുകൊണ്ട് ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടി പറ്റി. പക്ഷെ ഇനിയും പല ഭാഗത്തും കല്ലിടിയാവുന്ന അവസ്ഥയിൽ ഇരിപ്പുണ്ട്. ഏത് സമയത്താണ് വീഴുന്നുള്ളവരും പറ്റത്തില്ല, നമുക്കറിയത്തില്ല. ശക്തമായ വേലിയേറ്റം ഇത് എല്ലാ വർഷവും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് മുൻകാലങ്ങളെക്കാട്ടി കുറച്ച് ശക്തമായിട്ട് വേലിയേറ്റം ഉണ്ടായി. വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സന്ദർശകർ തിരക്ക് ഇപ്പൊ നമ്മള് കൊറോണ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിപ്പോ 10-25 വർഷമൊക്കെ ജോലി ചെയ്ത ആൾക്കാരാണ്. കൊറോണയ്ക്ക് മുമ്പ് ഈ ജൂൺ മാസം ആയാലും പിന്നെ ഓഫ് സീസണാണ്. ഇവിടെ ബലിയിടാൻ വരുന്ന ആൾക്കാരും അത്യാവശ്യം ഇവിടുത്തെ സ്വദേശികളും എല്ലാത്തിനും ഞങ്ങൾ വരാറില്ല. കൊറോണയ്ക്ക് ശേഷം നമ്മുടെ പ്രാദേശിക ടൂറിസ്റ്റ്, നമ്മുടെ മദ്രാസ്, നോർത്ത് ഇന്ത്യൻസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് ആവശ്യം പോലെ ടൂറിസ്റ്റുകൾ വരുന്നത്. ഇപ്പൊ ഹോളിഡേ എന്നോ ഓഫ് ഡേ എന്നുള്ള ഇതൊന്നുമില്ല. മിക്കവാറുള്ള ദിവസം എല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തിരക്കാണ്. അത് ഏറ്റവും കൂടുതൽ വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കപ്പിൾസ്, അങ്ങനെയുള്ള ഫാമിലീസ് എല്ലാം ആവശ്യം പോലെ വരുന്നുണ്ട്. ടൂറിസ്റ്റുകളുടെ കാര്യത്തിൽ യാതൊരു കുറവില്ല, ആവശ്യം പോലെ വരുന്നുണ്ട്. പക്ഷെ ഇന്ന് അവർ പലർക്കും വരുന്നവർക്ക് അറിയത്തില്ല. ഇപ്പൊ ഓഫ് സീസണാണ്, കടലിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണെന്നുള്ളത് അവർക്ക് അറിയത്തില്ല. ഇവിടെ വരുന്ന സമയത്താണ് നേരത്തെ പരസ്യമൊക്കെ മിനി ഗോവ എന്നുള്ള പബ്ലിസിറ്റി വാർത്തയെ കണ്ടിട്ടാണ് അവർ വരുന്ന സമയത്ത് കടലിൽ ഇറക്കാതിരിക്കുമ്പോഴും അവർക്ക് നമ്മളോട് ചെറിയ വിഷമമുണ്ട്. പക്ഷെ ഇറക്കിയാൽ പൂർണ്ണമായിട്ടും അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായിട്ട് കെട്ടിയടച്ച് ഞങ്ങളുടെ നിയന്ത്രിച്ച് നമ്മുടെ ഡ്യൂട്ടി 7 മണിക്ക് കഴിയും. ഇനി എന്താ സംഭവിക്കുന്നുള്ളവരും അറിയത്തില്ല. ഇപ്പൊ പോലീസിന്റെ നിരീക്ഷണം ഉണ്ട്. ഇപ്പോഴും പ്രത്യേകമായ സാഹചര്യത്തിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് വേലിയേറ്റം ഉണ്ടാവുന്ന ഇതാണോ? ഈ കാലാവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഈ സമയങ്ങളിൽ ശക്തമായിട്ട് തിരകേറി വന്ന് ബീച്ച് കുളിക്കാൻ പറ്റാത്ത സാഹചര്യം. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് നമ്മളത് കമ്പ് കുഴിച്ചിട്ട് വേലി കയറ് കൊണ്ട് റോപ്പ് കൊണ്ട് കെട്ടിയടയ്ക്കും. കെട്ടിയടച്ചിട്ട് ബലിയിടാൻ വരുന്ന ആൾക്കാരുടെ കൂടെ അപകടമായതുകൊണ്ട് നമ്മുടെ ഗാർഡ് തന്നെ അവരുടെ കൂടെ കൊണ്ടുപോയി അവർ ബലിയിടുന്നവരെ കൊണ്ടു ചെന്ന് അവിടെ വെള്ളം, ചിലവർ ഇപ്പൊ മുങ്ങാൻ പറ്റത്തില്ല, വെള്ളമൊക്കെ കുടഞ്ഞിട്ട് അവര് തിരിച്ചവരെ മുകളിൽ കയറ്റുന്നവരെ ആ ഉത്തരവാദിത്വം ലൈഫ് ഗാർഡ്. അത് 7 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ ഉള്ളു. അതിന് മുമ്പേ ആൾക്കാർ ഇറങ്ങാറുണ്ട്. 7 മണിക്ക് ശേഷം ആൾക്കാർ ഇറങ്ങാറുണ്ട്. പൊതുജനങ്ങൾക്ക് എന്താണ് ഒരു മുന്നറിയിപ്പ് കൊടുക്കുക? മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ കേരള തീരത്ത് എല്ലാ വർഷവും ഉണ്ടാവുന്നതാണ് ഈ മൺസൂൺ. ജൂൺ മുതൽ ഏകദേശം ആഗസ്റ്റ് സെപ്റ്റംബർ വരെ മൺസൂൺ ഉണ്ട്. അതുകൊണ്ട് കേരള തീരത്ത് നമുക്ക് അറിയാവുന്ന കേരളത്തിൽ ഒരു ഭാഗത്തും ലൈഫ് ഗാർഡ് ഇല്ലാത്ത ബീച്ചുകൾ അനേകമുണ്ട്. എവിടെയും കടലിലോട്ട് ഇറങ്ങാൻ പാടില്ല. കടൽ അപകടമാണ്. എവിടെയും മരണം കയ്യെത്താ ദൂരത്താണ് മരണം. അതുകൊണ്ട് പൂർണ്ണമായിട്ടും കടലിറങ്ങിയുള്ള കുളിയോ മറ്റുള്ള ഉല്ലാസ പരിപാടികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഇനി സീസൺ തുടങ്ങുന്നത് നവംബർ ടു മാർച്ച് ആണ്. അത് ഒക്ടോബറിലാകുമ്പോഴത്തേക്ക് വലിയ കുഴപ്പം വരത്തില്ല. മാർച്ച് എന്നുള്ള ഏപ്രിൽ വരെയും വലിയ പ്രശ്നമില്ല. അപ്പൊ ഇതിന് ഇടയ്ക്കുള്ള സമയങ്ങളിൽ പൂർണ്ണമായിട്ട് കടൽ തീരങ്ങളിൽ പോകുന്നവർ പൂർണ്ണമായിട്ട് കടലിറങ്ങാതെ വന്നു പോകുന്നതാണ് ഏറ്റവും. ഈ ബീച്ചിലേക്ക് ഇറങ്ങുന്ന വഴികളെല്ലാം ക്ലോസ് ചെയ്തത്, വഴി അടച്ചു. അത് ഹെലിപ്പാഡ് ആ ഭാഗത്ത് നമ്മുടെ പൂർണ്ണമായിട്ട് കടലിപ്പോഴ് ഈ ക്ലിപ്പിനോട് ചേർന്ന് എത്തി. അപ്പൊ പെട്ടെന്ന് ഇറങ്ങിയാൽ പെട്ടെന്ന് അപകടത്തിലേക്ക് പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അടച്ച് നമ്മളിവിടെ അടച്ച് അതിന്റെ പടികൾ സ്റ്റെപ്പുകൾ പൂർണ്ണമായിട്ടും അത് അടച്ചിരിക്കുകയാണ് ഇപ്പോഴും. എന്നാൽ തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പയ്യന്മാര് അവര് ഇടത്തൊക്കെ ചാടാറുണ്ട്. വേലി ഇന്ന് തന്നെ 2-3 ബെച്ചുകൾ വേലി പൊളിച്ചൊക്കെ ചാടിയായിരുന്നു. എന്തായാലും മാക്സിമം പെട്ടെന്ന് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സീസൺ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇറങ്ങി നിന്ന് കുറച്ച് നോക്കിയിട്ടൊക്കെ പോകത്തുള്ളൂ. അത് പെട്ടെന്ന് കണ്ണു വെട്ടിച്ച് ചാടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മൾ വേലി കെട്ടിയാണ് പൂർണ്ണമായിട്ട് അടച്ചിരിക്കുന്നത്. ശക്തം എന്ന് വെച്ചാൽ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. വെള്ളം കയറി കിടക്കുന്ന കാണാം. നമ്മുടെ ഈ റൂമിന്റെ ഫ്രണ്ട് വരെ വെള്ളം കയറിയായിരുന്നു. പക്ഷെ ഇപ്പൊ വേലി ഇറക്കമാണ്, ലോട്ടേഡ് ആണ്, വേലി ഇറക്കമാണ്. ഇനിയിപ്പോ രാത്രി ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഹൈറ്റേഡ് ഉണ്ടാവും, വേലിയേറ്റം ഉണ്ടാവും. ആ സമയത്ത് പൂർണ്ണമായിട്ടും നേരത്തെ ഉണ്ടായേക്കാല്ലേ, രാത്രിയാണ് ശക്തമായിട്ട് വേലിയേറ്റം കൂടുതൽ വധിക്കുന്നത്. രാത്രി നല്ല വേലിയേറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ബീച്ചിൽ ഇറങ്ങുന്നവർ പൂർണ്ണമായിട്ട് രാത്രി കാലങ്ങളിൽ കേരളത്തിലെ ഒരു തീരങ്ങളിലും കടലിറങ്ങാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാൽപ്പനിക സ്വപ്നങ്ങളിൽ നിന്നും എന്നിലെ എന്നെ സ്വയം തിരിച്ചറിഞ്ഞ നിമിഷം. പരിശുദ്ധ പൊന്ന് മെയ്യോട് അലിഞ്ഞു ചേരുമ്പോൾ എന്നിലുണ്ടായ ആത്മവിശ്വാസം, എന്റെ സ്വപ്നങ്ങൾക്ക് പൂർണ്ണതയേകിയ കൈരളി ജ്വല്ലേഴ്സ്. കൈരളി ജ്വല്ലേഴ്സ്, unbelievable choices. Kairali Jewellers is now also at East Fort near Sri Padmanabha Swami Temple, Trivandrum.
opening shortly at Anjal.